ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഓണക്കാലത്ത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു യാത്രയാണ് ഞാൻ കാണിക്കുന്നത്. ഈ യാത്രയും ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നും ഞാൻ അവിടെ കഴിച്ച ഫുഡും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പോകുന്നത് മറ്റെവിടേക്കും അല്ല, എൻ്റെ അച്ചാമ്മയുടെ വീട്ടിലേക്കാണ്. എൻ്റെ അച്ചാമ്മ ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. അച്ഛനും ഞാനും മക്കളും ചേട്ടനും കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ നിന്നൊരാൾ എത്തി നോക്കുന്നത് ഉണ്ടായിരുന്നോ? അതാണ് എൻ്റെ അച്ചാമ്മ. ഈ വഴിയൊന്നും നമ്മുടെ അല്ല, വേറെ പുരയിടാണ്. അപ്പം നമുക്ക് അവിടെ വൃത്തിയാക്കാനൊന്നുള്ള പ്രൊവിഷൻ ഇല്ല, അതുകൊണ്ട് ആണ് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ 2 പ്രോപ്പർട്ടി കഴിഞ്ഞ് വേണം ആ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് മരച്ചീനി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാമ്മ സാധാരണ ഒറ്റയ്ക്കല്ലേ താമസം, അതുകൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കാറൊന്നുമില്ല. മിക്കവാറും കഞ്ഞിയൊക്കെ ആയിരിക്കും കുടിക്കുന്നത്. അച്ഛൻ എന്നും വിളിച്ച് തിരക്കാറുണ്ട് എന്താ കഴിച്ചതെന്നും കാര്യങ്ങളൊക്കെ. പക്ഷേ അങ്ങനെ ഒന്നും ഒറ്റയ്ക്കാകുമ്പോൾ ഒന്നും ഉണ്ടാക്കിയൊന്നും കഴിക്കാറില്ല. ഒരു നേരമൊക്കെയാണ് ഫുഡ് കഴിക്കാറ്. അപ്പം നമ്മൾ വരുന്നത് പ്രമാണിച്ച് അപ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് നമ്മളിങ്ങനെ സാധനം വാങ്ങിക്കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് ഒരുമിച്ച് തന്നെ ഉണ്ടാക്കി അച്ചാമ്മയ്ക്കും കൊടുത്തു, നമ്മളും കഴിച്ചു. വല്ലപ്പോഴും ആണ് ചെല്ലുന്നത്. പിന്നെ വളരെ കുറച്ച് വിഭവമുള്ള, അതായത് മരിച്ചീനി അവിച്ചതും മീൻകറിയും മീൻ പൊരിച്ചതും റേഷനരി ചോറും ഒക്കെ ആണെങ്കിലും അതിനൊരു പ്രത്യേക സ്വാദായിരുന്നു. അച്ചാമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് നമ്മൾ ചെല്ലുന്നതൊക്കെ. എപ്പോഴും ഓടി ഓടി പോകാൻ പറ്റുന്നൊരു സ്ഥലത്തല്ല, കുറച്ച് ദൂരെയാണ് അച്ചാമ്മ താമസിക്കുന്നത്. അങ്ങനെ അപ്പോൾ നമുക്ക് 2 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ പോകാറുണ്ട്. അല്ലെങ്കിൽ അച്ചാമ്മയ്ക്ക് പറ്റുമ്പോൾ അച്ചാമ്മ ഇങ്ങോട്ടും വരാറുണ്ട്.